ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനൊരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു വെയ്റ്റഡ് ഗ്രാഫാണ്. ഇതിൻ്റെ വെർട്ടെക്സ് ഏതൊക്കെയാണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, ആ വെർട്ടെക്സിന് കറസ്പോണ്ട് ചെയ്യാനുള്ള എഡ്ജും തന്നിട്ടുണ്ട്. എ ടു ബി അതിൻ്റെ എഡ്ജ് വാല്യൂ എത്ര? 1. ബി ടു ഡി എഡ്ജ് വാല്യൂ എത്ര? 5. സി ടു ഡി എഡ്ജ് വാല്യൂ എത്ര? 2. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ എന്താ നോക്കി. കൺസിഡർ ദ ഫോളോയിങ് വെയ്റ്റഡ് ഗ്രാഫ് ഷോൺ ബിലോ. അപ്ലൈ ദ ഡിസ്ജോയിന്റ് സെറ്റ് ഓപ്പറേഷൻ ടു ഡിറ്റർമിൻ വെദർ ആഡിങ് ഈച്ച് എഡ്ജ് ഫോം എ സൈക്കിൾ. അതായത് ഇപ്പം ഞാൻ ഇവിടെ എനിക്കൊരു എഡ്ജ് ഇതുണ്ടെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇതുണ്ട്, 4 വെർട്ടെക്സ് ഉണ്ട്. ഓക്കെ, 1 2 3 4. അപ്പം ഞാനിവിടെ ഒരു എഡ്ജ് ആഡ് ചെയ്തു. ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായോ? ഇല്ല. ഇവിടെ അടുത്തൊരു എഡ്ജ് ആഡ് ചെയ്തു, സൈക്കിൾ ഉണ്ടായോ? ഇല്ല. ഒരു വേറൊരു എഡ്ജ് ആഡ് ചെയ്തു, സൈക്കിൾ ഉണ്ടായോ? ഇല്ല. ഓക്കെ, സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ. അപ്പം ഇവിടെ ഒരു എഡ്ജ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാവും. ഇവിടെ എന്ത് ഫോം ചെയ്യും? ഒരു സൈക്കിൾ ഫോം ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ഇവിടെ ഏതൊക്കെ എഡ്ജ് ആഡ് ചെയ്യുമ്പോഴാണ് സൈക്കിൾ ഫോം ചെയ്യുന്നതാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം എഴുതിയെടുക്കണം, ഗ്രാഫ് ഇത് വരച്ചിട്ട്. ഓക്കെ, അതിനുശേഷം ഈ നോട്ട് എഴുതിയെടുക്കണം. യൂസിങ് ഡിസ്ജോയിന്റ് സെറ്റ് മീൻസ് യൂണിയൻ ഫൈൻഡ് മെത്തേഡ് പ്രോസസ് ദ എഡ്ജ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ വെയിറ്റ്. ഓക്കെ, നമ്മൾ യൂണിയൻ ഫൈൻഡ് മെത്തേഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു, അത് നോക്കുക. ഓക്കെ, ആൻഡ് എഡ്ജ് ഫോം എ സൈക്കിൾ ഓൺലി ഇഫ് ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ് പോയിന്റ്സ് ബിലോങ്സ് ടു സെയിം സെറ്റ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. So an edge forms a cycle only if both of its endpoints belong to same set. തൽക്കാലം അതത്ര എഴുതിയെടുക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ ഈ വെർട്ടെക്സ് എല്ലാം എഴുതിയെടുക്കുക. നമ്മുടെ ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ട് ഇതിനകത്ത്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരെ ഉണ്ട് അല്ലേ. അപ്പോൾ വെർട്ടെക്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കുക. സോ യു ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, ആ വെർട്ടെക്സിൻ്റെ എല്ലാം എഴുതിയെടുക്കുക, വെർട്ടെക്സിൻ്റെ സെറ്റ് എല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഫസ്റ്റ് നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന എഡ്ജ് ആഡ് ചെയ്യുമ്പം സൈക്കിൾ ഉണ്ടാവുമെന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ്? കൺസിഡർ ദ എഡ്ജ് എ ബി. ഓക്കെ, നമ്മൾ ഏതാ നോക്കാൻ പോകുന്നത്? എ ബി. കൺസിഡർ ദ എഡ്ജ് എ ബി. ഓക്കെ, എഴുതിക്കോ. എഡ്ജ് എ കോമ ബി. ഓക്കെ, എന്നിട്ട് എഡ്ജ് എ കോമ ബിയിൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു സെറ്റ് എഴുതുക. S1 ഈസ് ഇക്വൽ ടു സെറ്റ് എ കോമ ബി. ഓക്കെ, S1 എന്നൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ എയും ബിയെയും യുവിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, യു ഹാവ് ടു റിമൂവ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ഫ്രം ദ സെറ്റ് യു. സോ യു ബിക്കം, ഇത് കളയുക. സോ യു ബിക്കം സി ഡി ഇ എഫ് ജി എച്ച്. യു ഇങ്ങനായി മാറി. ഓക്കെ, ഈസ് ക്ലിയർ? ഇനി അടുത്ത് നമ്മൾ എഡ്ജ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, അടുത്ത ഏത് എഡ്ജ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്? കൺസിഡർ ദ എഡ്ജ് സി ഡി. ഇനി നമ്മൾ സി ഡി എന്ന് പറഞ്ഞ എഡ്ജാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഈ എഡ്ജ്. അപ്പോൾ ഇത് എന്താണ്? എ ബി എന്ന് പറഞ്ഞ എഡ്ജ് എന്തുണ്ടാക്കുന്നില്ല? സൈക്കിൾ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അടുത്ത കൺസിഡർ ദ എഡ്ജ് സി ഡി. ഓക്കെ, ഇനി സി ഡിയുടെ ഒരു സെറ്റ് ഉണ്ടാക്കുക. എസ് ഈസ് ഈക്വൽ ടു സി കോമ ഡി. ഓക്കെ, ആൻഡ് റിമൂവ് സി ഡി ഫ്രം യു. യു ഈക്വൽ ടു ഇ എഫ് ജി എച്ച്. എന്തുകൊണ്ടാണ് ഇ എഫ് ജി എച്ച് എന്ന്? നമ്മൾ സി എ ഡി അവിടെ നിന്ന് എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അടുത്ത അപ്പോൾ ഈ എഡ്ജ് ഇത് ഓക്കെയാണ്. നമ്മൾ ഈ എ ബി നോക്കി, എ ബി എന്തുണ്ടാക്കുന്നില്ല? സൈക്കിൾ ഉണ്ടാക്കുന്നില്ല. സി ഡി നോക്കി, സി ഡി എന്തുണ്ടാക്കുന്നില്ല? സൈക്കിൾ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അടുത്ത കൺസിഡർ ദ എഡ്ജ് ഇ എഫ്. നമ്മൾ ഇനി ഈ എഡ്ജ് ആണ് നോക്കാൻ പോകുന്നത്, ഇ എഫ് എന്ന് പറഞ്ഞ എഡ്ജ്. ഓക്കെ,
So next we are going to consider the edge EF. EF. Okay. So ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കുക. S3 equal to EF. ഓക്കെ. അപ്പോൾ യു എന്തായിരിക്കും മാറും? യു എന്ന് പറഞ്ഞ സെറ്റ് യൂണിവേഴ്സൽ സെറ്റിനകത്ത് എന്ത് കാണും? EFനെ റിമൂവ് ചെയ്യുക. EFനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എടുത്ത് എഴുതുക. GH. ഓക്കെ. യു ഈക്വൽ ടു GH. ഓക്കെ. നിലവിൽ എന്തൊക്കെ സെറ്റ് വന്നു? S1 ഈസ് ഈക്വൽ ടു A, B. S1 എന്തായിരുന്നു? A, B. S2 എന്തായിരുന്നു? C, D. ഇത് S2 ആണ്. S2 ഈക്വൽ ടു C, D. S2 ഈക്വൽ ടു C, D. S3 ഈക്വൽ ടു E, F. ഓക്കെ. അടുത്ത കൺസിഡർ ദ എഡ്ജ്. ഇതെന്താണ്? ഈ S3യിലെ ഡാറ്റ EF ആണ് അല്ലേ? യുവിൻ്റെ ഡാറ്റ എന്താണ്? GH. ഓക്കെ. അപ്പോൾ EFും എന്ന എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ. അപ്പോൾ അത് ഓക്കെയാണ്, സൈക്കിൾ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ EFൻ്റെ അടുത്ത് എന്ത് വരയ്ക്കുക? ഒരു ഗ്രീൻ സിമ്പിൾ വരയ്ക്കുക. EF ഇത് സൈക്കിൾ ഫോം ചെയ്യുന്നില്ല, ഈ എഡ്ജ്. ഓക്കെയാണ്. അടുത്ത കൺസിഡർ ദ എഡ്ജ് GH. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ എഡ്ജാണ്, GH. ഓക്കെ. സോ consider edge GH. Okay, ഇത് H ആണ്. സോ നെക്സ്റ്റ് ഒരു സെറ്റ് ഉണ്ടാക്കുക. S4 ഈക്വൽ ടു vertex G and H, and then second step remove GH from the universal set. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റ് ചെയ്ത് Gനെ Hനെ റിമൂവ് ചെയ്യുമ്പോൾ U എന്തായിട്ട് മാറും? നൾ സെറ്റ് ആയിട്ട് മാറും. ഒന്നും കാണില്ല. ഓക്കെ. അടുത്ത കൺസിഡർ ദ എഡ്ജ്. സോ ഇത് GH ഓക്കെ ആണ്. GH എന്തുണ്ടാക്കുന്നില്ല? സൈക്കിള് ഫോം ചെയ്യുന്നില്ല. ഇത് ഓക്കെയാണ്, സൈക്കിള് ഫോം ചെയ്യുന്നില്ല. ഓക്കെ. ഇനി അടുത്ത കൺസിഡർ ദ എഡ്ജ് BD. You have to consider the edge BD. Okay. Consider the edge BD. B, D. Okay. ഇനി ഒരു സെറ്റ് ഉണ്ടാക്കുക. BDയുടെ സെറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ B എവിടെ ഉണ്ട്? B എവിടെ ഉണ്ട്? B ഈ എയിലുണ്ട് അല്ലേ? B എവിടെ ഉണ്ട്? സോറി, ഈ B എവിടെ ഉണ്ട്? S1ലുണ്ട്. ഓക്കെ. അടുത്ത നമ്മൾ ഏതാ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? D എവിടെ ഉണ്ട്? D S2ലുണ്ട്. D ഇവിടെ കിടപ്പുണ്ട്, D S1ലും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? S1 യൂണിയൻ S2 ചെയ്യണം. ഓക്കെ. സോ S1 ഈക്വൽ ടു A, B, S2 equal to CD, C, D. Okay, so you have to calculate H5 equal to ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കുക. ഇത് B എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? S1ലും. D എന്ന് പറയുന്നത് S2ലും ആണുള്ളത് അല്ലേ? സോ S5 ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുക്കുക. യൂണിയൻ എടുക്കുമ്പോൾ ഇത് വരും A, B, C, D. ഓക്കെ. എന്നിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ. ഡിലീറ്റ് S1, S2. നമ്മുടെ നിലവിൽ ഇനി നമ്മുടെ S5 എന്ന് പറഞ്ഞ സെറ്റേ ഉള്ളൂ. ഓക്കെ. അടുത്ത നമ്മൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കി എഡ്ജ് ഏതായിരുന്നു? എഡ്ജ് GH
ഓക്കെ ആണ്, അത് സൈക്കിളൊന്നും ഫോം ചെയ്യുന്നില്ല. സോ ഇവിടെ ജി എച്ചിൻ്റെ അടുത്ത് എന്താണ്, ജി എച്ച് ആണോ നോക്കി, ഇതാ നോക്കി ബി ഡി ഓക്കെ, ബി ഡി എന്ത് ഫോം ചെയ്യുന്നില്ല, സൈക്കിളൊന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഗ്രീൻ കൊടുക്കുക. ഓക്കെ, അടുത്ത കൺസിഡർ ദ എഡ്ജ് ബി ഇ, ഇത് സൈക്കിൾ ഫോം ചെയ്യണ്ടോ നോക്കാം. ഓക്കെ, ബി ഇ ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ബി ഇ ആണ്. സോ കൺസിഡർ ദ എഡ്ജ് ബി ഇ. നമുക്ക് അന്നേരം ഇതിനകത്ത് ബിയും ഇയും എവിടെയാണുള്ളതെന്ന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ ഓക്കെ, നമ്മുടെ കയ്യിൽ S5 എന്നൊരു സെറ്റും ഉണ്ട്. ഓക്കെ, അതിലെന്തൊക്കെയുണ്ട്, എ ബി സി ഡി ഉണ്ട്. പിന്നെ S1 S2 ഉണ്ടോ, S1 S2 നമ്മൾ ഡിലീറ്റ് ചെയ്തു S5 ഉണ്ടായപ്പോൾ. അപ്പോൾ ഇനി അടുത്ത എന്തുണ്ട്, ഒരു S3 ഉണ്ട്. S3യിൽ എന്തൊക്കെയാ ഉള്ളത്, S3യിലുള്ളത് EF E,F. അടുത്ത S4ൽ എന്തൊക്കെയാ ഉള്ളത്, GH. S4 ഈക്വൽ ടു GH. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ, നമ്മുടെ എഡ്ജ് ഏതൊക്കെയാ, ബിയും ഇ അല്ലേ, ബി അവിടെ ഉണ്ട് S5ലുണ്ട്, ഇ അവിടെ ഉണ്ട് S3യിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് വെട്രിക്സും പല സെറ്റിലാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഈ ബിയും ഇയും ഒരേ വെട്രിക്സിലാണ്, ഒരേ സെറ്റിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാം സൈക്കിൾ ഉണ്ടാവുമെന്ന്. സൈക്കിൾ ഉണ്ടാവുന്നതിൻ്റെ എക്സാമ്പിൾ എന്താ, ഇപ്പം ഞാനിപ്പം ഇവിടെ ഈ ബിയും ഇയും S5ൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ബി ഇ എന്ന് പറഞ്ഞൊരു എഡ്ജ് എന്തുണ്ടാക്കുന്നു, സൈക്കിൾ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ ബി എവിടെ കിടക്കുന്നത്, S5ലും, ഇ എവിടെ കിടക്കുന്നത്, S3ലും. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് സൈക്കിൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ഇതിനെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുക്കാൻ പോവാം. S5 യൂണിയൻ S3. അപ്പം എന്ത് വരും, എ ബി സി ഡി ഇ ഇല്ല ഇ എഫ്. ഓക്കെ, യൂണിയൻ എടുത്തതിന് ശേഷം ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഡിലീറ്റ് S5 S3. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ സെറ്റ് എന്ത് കിട്ടി, ഇത് കിട്ടി. ഈ S1 യൂണിയൻ S3 ഞാൻ വിളിക്കുവാണ് S6 എന്ന് വിളിക്കുവാണ്. സോ X6 ഈക്വൽ ടു ഈ വാല്യൂ. ഓക്കെ, സോ ഈ ബി എന്ന് പറഞ്ഞാൽ ഇത് സൈക്കിൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, ബി ഇ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ബി ഇ, ഇത് ഓക്കെ ആണ്. നമുക്ക് ഏതൊക്കെ എഡ്ജ് ചെക്ക് ചെയ്യേണ്ടത്, ഈ എഡ്ജ് ഒരു 3 എണ്ണം ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് കൺസിഡർ എഡ്ജ് എ സി. നെക്സ്റ്റ് നമ്മൾ എഡ്ജ് എ സി ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് കൺസിഡർ ദ എഡ്ജ് എ കോമ സി. ഓക്കെ, എ കോമ സി കൺസിഡർ ചെയ്യുക. നമ്മുടെ നിലവിൽ ഏതൊക്കെ സെറ്റ് ഉണ്ട്, X6 ഉണ്ട്, പിന്നെ S4 ഉണ്ട് അല്ലേ, ബാക്കിയൊന്നും ഇല്ലല്ലോ. ഈ സെറ്റും ഉണ്ട്, ഈ സെറ്റും ഉണ്ട്, ബാക്കി എല്ലാ സെറ്റും നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ എ എവിടെ ഉണ്ട്, എ എന്ന് പറയുന്നത് S6ലുണ്ട്, എ എന്ന് പറയുന്നത് എവിടെ ഉണ്ട്, X6ലുണ്ട്. സി എവിടെ ഉണ്ട്, സിയും X6ലുണ്ട്. ഓക്കെ, നമ്മുടെ ഇമേജ് ഏതായിരുന്നു, എ സി. അപ്പോൾ ഇവിടെ ഈ എ സി, ഇത് ഈ ഒരു എഡ്ജൂടെ ഇവിടെ കംപ്ലീറ്റ് വന്ന് ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാവത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇവിടെ ഈ ഒരു എഡ്ജ് വന്നാൽ എന്ത് ചെയ്യും, കളർ മാറ്റി കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ റെഡ് കൊടുത്തു. എന്തുകൊണ്ടാണ് റെഡ് കൊടുത്തത്, ഈ എ സി കണക്ട് ആയി കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു സൈക്കിൾ ഉണ്ടാവും. എന്തുണ്ടാവും, സൈക്കിൾ ഉണ്ടാവും. ഓക്കെ, എ സി കണക്ട് അല്ലായിരുന്നു എന്നുണ്ടാവത്തില്ല, സൈക്കിൾ ഉണ്ടാവത്തില്ല. സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത്, സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്, അപ്പം ഈ എ എന്ന് പറയുന്നത് ഏത് സെറ്റിനകത്തുണ്ട്, അപ്പോൾ S6 എന്താണ് നമ്മുടെ, X6 ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ആണ്. ഓക്കെ, അപ്പോൾ എ എവിടെ ഉണ്ട്, S6ലുണ്ട്, സി എവിടെ ഉണ്ട്, S6ലുണ്ട്. സോ രണ്ട് വെർട്ടെക്സും ഒരു സെറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് നമുക്ക് പറയാം, സൈക്കിൾ ഫോം ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഏതൊക്കെ എഡ്ജ് നോക്കണം, എഡ്ജ് ഇ ജി നോക്കണം. ഓക്കെ, പിന്നെ ഏതാ നോക്കണ്ടേ, FH നോക്കണം. അപ്പോൾ ഞാനിപ്പം FH ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ദ എഡ്ജ് FH. കൺസിഡർ ദ എഡ്ജ് FH. ഓക്കെ, സോ എഫ് എവിടെ ഉള്ളത്, ഏതൊക്കെ സെറ്റാണ് ഉള്ളത്, S4ഉം S6 അല്ലേ. നമ്മുടെ കയ്യിൽ ആ പഠിപ്പ് രണ്ട് സെറ്റേ ഉള്ളൂ, ഒന്ന് S4ഉം ഒന്ന് S6. അതെടുത്ത് എഴുതുക.
S6 equal to A B C D E F. A B C D E F. S4 equal to GH. GH. ഓക്കെ, ഇനി നോക്കണം എഫ് എച്ച്. എഫ് എവിടെ കിടക്കുന്നത്? എഫ് എസ് സിക്സിലും എച്ച് എവിടെ കിടക്കുന്നത്? എസ് ഫോറിലും. അപ്പം രണ്ട് വെർട്ടെക്സും രണ്ട് സെറ്റിലായിട്ടാണ് കിടക്കുന്നത്. സോ സൈക്കിൾ ഫോം ചെയ്യില്ല. ഇസ് ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് എന്ത് വരയ്ക്കുക? ഈ എഫ് എച്ചിൻ്റെ ഗ്രീൻ കളറാണോ റെഡ് കളറാണോ? ഗ്രീൻ കളർ, കാരണം സൈക്കിൾ ഉണ്ടാവില്ല. എഫ് എച്ച് ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്ത ഏത് എഡ്ജാണ് നോക്കാൻ പോകുന്നത്? ഇ ജി. ഇ ജി എഡ്ജ് എന്തുണ്ടാക്കും? ഒരു സൈക്കിൾ ഉണ്ടാക്കുമല്ലോ അത് കണക്ട് ചെയ്യുമ്പോൾ. ഇവിടെ ക്ലോസ്ഡ് ആവത്തില്ലേ? നോക്കാം അതിൻ്റെ വാല്യൂ എന്താ വരുന്നത്. നെക്സ്റ്റ് യു ഹാവ് ടു കൺസിഡർ ദ എഡ്ജ് ഇ ജി. നോക്കുക, ഈ എവിടെ കിടക്കുന്നത്? അപ്പൊ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം ഇ ജി കൺസിഡർ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിന് രണ്ടിനും കൂടെ യൂണിയൻ എടുക്കണം. ഓക്കെ, X6 യൂണിയൻ S4 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 2 സോറി എ ബി സി ഡി ഇ എഫ് ജി എച്ച് കിട്ടും. ഒറ്റ സെറ്റായിട്ട് കിട്ടും. ഓക്കെ, ഡിലീറ്റ് S6 S4. അതിനുശേഷം ഡിലീറ്റ് S6 S4. ഓക്കെ, ഇനി അടുത്ത കൺസിഡർ ദ എഡ്ജ് ഇ ജി. അതിനുശേഷമാണ് ഇ ജി കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. കൺസിഡർ ദ എഡ്ജ് ഇ ജി. ഓക്കെ, ഇ എന്ന് പറഞ്ഞ എഡ്ജ് എവിടെ ഉണ്ട്? വെർട്ടെക്സ് എവിടെ ഉണ്ട്? S6 യൂണിയൻ S4 ഉണ്ട്. അതിന് ഞാനിപ്പോൾ S7 എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇ എവിടെ ഉണ്ട്? S7 ജി എവിടെ ഉണ്ട്? S7 അതുകൊണ്ട് എന്ത് ഫോം ചെയ്യും? സൈക്കിൾ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇ ജി എന്ന് പറഞ്ഞ എഡ്ജ് എന്തുണ്ടാക്കും? സൈക്കിൾ ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എ സി കണക്റ്റ് ആയ സൈക്കിൾ ആവും, ഇവിടെ ഇ ജി കണക്റ്റ് ആയ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാവും. ഓക്കെ, ഇത് ഇതുപോലെ എഴുതിയെടുക്കുക, നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.